ബംഗളൂരുവിൽ വീണ്ടും മെട്രോ ഉപയോഗിച്ച് അവയവ കൈമാറ്റം. ഇന്നലെ രാത്രിയാണ് മെട്രോയിലൂടെ ഹൃദയം ആശുപത്രിയിൽ എത്തിച്ചത്. ഗതാഗത തിരക്കേറിയ ബംഗളൂരു നഗരത്തിൽ അവയവ കൈമാറ്റത്തിന് മെട്രോ സംവിധാനം ഉപയോഗിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. കെ പി ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ ബംഗളൂരുവിൻ്റെ ട്രാഫിക്കിനെ പറ്റി പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതിൽ ഈ ബംഗളൂരു വിമാനത്താവളത്തിലേക്ക് സുഹൃത്തിനെ ഡ്രോപ്പ് ചെയ്യാൻ പോയാൽ സുഹൃത്ത് വിമാനം കയറി മറ്റൊരു രാജ്യത്തെത്തിയാൽ പോലും ഈ ഡ്രോപ്പ് ചെയ്യാൻ പോയ ആൾ തിരികെ വീട്ടിലേക്ക് എത്താറില്ല. അത്രയും തിരക്കാണ് ബംഗളൂരു നഗരത്തിലെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് തമാശയായെങ്കിലും. അപ്പം മാറി ചിന്തിക്കുകയാണ് മെട്രോ ഒക്കെ ഉപയോഗിച്ച്. തീർച്ചയായിട്ടും ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഉദ്യമത്തിൽ ബംഗളൂരു മെട്രോ കൂടി പങ്കാളിയാവുകയാണ്. അതായത് കഴിഞ്ഞ തവണ ഓഗസ്റ്റ് 2-ാം തീയതി സമാനമായിട്ടുള്ള ഒരു സംഭവം നടന്നിരുന്നു. അന്ന് ഏറ്റവും തിരക്കേറിയ നഗരത്തിൻ്റെ ഒരറ്റത്തുള്ള വൈറ്റ് ഫീൽഡിൽ നിന്ന് മറ്റൊരറ്റത്തുള്ള രാജരാജേശ്വരി നഗറിലുള്ള ആശുപത്രിയിലേക്കാണ് അന്ന് ഹൃദയം കൊണ്ടുപോയെങ്കിൽ ഇന്നലെ ഏതാണ്ട് കുറച്ച് ദൂരത്ത് മാത്രമുള്ള, അതായത് യശ്വന്ത്പുരയിൽ നിന്ന് സംബിഗെ റോഡ്, മന്ത്രി സ്ക്വയർ, ഈ മെട്രോ സ്റ്റേഷൻ്റെ സമീപത്തുള്ള അപ്പോളോ ആശുപത്രിയിലേക്കാണ് ഹൃദയം കൊണ്ടുപോയത്. ഹൃദയവും മറ്റ് അവയവങ്ങളും കൊണ്ടുപോയത്. ഏതായാലും മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ കുടുംബാംഗങ്ങളാണ് ഇതിന് തയ്യാറായത്. ഏതായാലും അവർ ഉടൻ തന്നെ ആശുപത്രി അധികൃതർ ഉടൻ തന്നെ ഈ മെട്രോ അധികൃതരെ വിവരം അറിയിച്ചു. തുടർന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് എളുപ്പത്തിൽ, ഈ ആശുപത്രികൾ രണ്ടും മെട്രോ സ്റ്റേഷന് സമീപത്തായത് വളരെ ഗുണകരമാണ്, മെട്രോ സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. അങ്ങനെ ഈ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ മെട്രോ സ്റ്റേഷനിലേക്ക് ഈ ഹൃദയം എത്തിച്ചു. തുടർന്ന് ഉടൻ തന്നെ മെട്രോ ട്രെയിനിൽ ഏതാണ്ട് 20 മിനിറ്റിനകം തന്നെ ആശുപത്രിയിലേക്ക് ഈ ഹൃദയം അതുപോലെ തന്നെ മറ്റ് അവയവങ്ങളും എത്തിക്കാനായി. ഈ ഗതാഗത കുരുക്ക് തന്നെയാണ് ഇത്തരത്തിൽ ബദൽ മാർഗങ്ങൾ തേടാൻ മെട്രോയെ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരെ പ്രേരിപ്പിച്ചത്. രാജ്യത്ത് തന്നെ ഇത് 3-ാം തവണയാണ് നടക്കുന്നത്. ഇതിനു മുൻപ് ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. അതിനുശേഷം ബംഗളൂരു നഗരത്തിൽ കഴിഞ്ഞ മാസം ആദ്യം നടന്നു. ഇപ്പോൾ ഇത് 3-ാം തവണയാണ് ഇത്തരത്തിൽ മെട്രോ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ അവയവങ്ങൾ ഒരാശുപത്രിയിൽ നിന്ന് മറ്റാശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ നോക്കുന്നു. ഗതാഗത കുരുക്കിനെ നോക്കിയിരുന്നാൽ, അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിലേക്കാൾ 10 മടങ്ങ് ഗതാഗത കുരുക്കുള്ള ഒരു മെട്രോ നഗരമാണ് ബംഗളൂരു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഗതാഗത കുരുക്കൊക്കെ മാറ്റി ഈ റോഡ് മാർഗം ഇത് എത്തിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് ആശുപത്രി അധികൃതരും അതുപോലെ തന്നെ BMRCL ഒക്കെ എത്തിയത്. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ BMRCL ഈ നടപടിക്കൊക്കെ വലിയ കയ്യടി തന്നെയാണ് കിട്ടുന്നത്. ഭാവിയിലും ഈ ഗതാഗത കുരുക്കിനെയൊക്കെ മറികടന്ന് ഇങ്ങനെ എത്താൻ മെട്രോ സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ശരി, ശ്രീധരൻ പറഞ്ഞതുപോലെ കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്, അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു മാറി ചിന്തിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ബംഗളൂരുവിൽ നിന്ന് കണ്ടത്.